ഇല്ല, ഇത് നിനക്കുള്ളതായിരുന്നു, ഇത് നിനക്കുള്ളതായിരുന്നു. അച്ഛനും മരുന്നുണ്ടായിരുന്നു. 2025 പനിയിൽ നിന്ന് പോയതുകൊണ്ട് മരുന്നുമായിട്ടാണ് 2026 കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ സെലിബ്രേഷനൊന്നും താല്പര്യമില്ലെങ്കിലും വെറുതെ എപ്പം പോകുന്നില്ല കരിയിൽ പോയിട്ട് പരിപാടിയൊക്കെ കണ്ടവിടെയിരുന്നു. ഗാനമേളക്കുള്ള ആൾക്കാർ മൊത്തം തുള്ളുമ്പോൾ ഞാനിവിടെ എല്ലാം നോക്കിയിട്ട് പൊട്ടനെ പോലെ നിന്നു. മെൻ്റലിയും ഫിസിക്കലിയും ഓക്കെ അല്ലായിരുന്നു, പക്ഷെ എല്ലാം ഞാൻ ആസ്വദിച്ചു. ഇതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് ഒരു വീഡിയോ ഒന്നും ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതുവരെ എടുക്കാത്ത ഏതോ ഒരു ആംഗിളിൽ പടക്കം പൊട്ടുന്നതെല്ലാം വീഡിയോ എടുത്തു. സത്യത്തിൽ ഞാൻ അച്ഛനൊരു കമ്പനി എടുക്കാൻ വേണ്ടിയിട്ട് സെലിബ്രേഷന് പോയതാണ്. താടി മുടുക്കി കളഞ്ഞുകൊണ്ടാകുന്ന വേഷത്തിൻ്റെ പ്രശ്നമൊന്നും അറിയില്ല, വായി നോക്കാനൊന്നും ഒരു മൂടില്ല. ഇനിയിപ്പം ആ പ്രായം കടന്നു പോയോ അതും അറിയില്ല. പിന്നെ അച്ഛൻ്റെ കൂടെ തേൻ നടക്കുന്ന സ്ഥലത്തെല്ലാം ഒന്ന് പോയി, അങ്ങനെ തിരിച്ചു വന്നു. ഒരു ഡാൻസ് കളിച്ചവരെല്ലാം പോയിട്ട് കുളിക്കുക. ഡാൻസ് കളിച്ച ഞാൻ കളിച്ചില്ല, ഞാൻ അവിടുന്ന് ഡാൻസ് കളിച്ചില്ല. അങ്ങനെ ആടുന്ന് ഡാൻസ് കളിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമമെല്ലാം ഞാൻ ഇവരെടുത്ത് തീർത്തു. പിന്നെ നമ്മൾ മരുന്നെല്ലാം കുടിച്ച് കൂട്ടിലെങ്കിൽ സെറ്റതിന് ശേഷം രാവിലെ ഇതെല്ലാം മറക്കി വെച്ചിട്ട് സ്ട്രേഞ്ചർ തിങ്സ് കാണാനങ്ങിരുന്ന് അങ്ങനെ ലാസ്റ്റ് എപ്പിസോഡും ഇന്ന് കണ്ടു തീർത്തു. എന്തായാലും നമുക്കറിയാലോ കഥ അവസാനിക്കുക എന്ന് പറയുമ്പോൾ ഒരു ഹാപ്പി എൻഡിങ് ആയിരിക്കും. നല്ല ഹാപ്പി എൻഡിങ് ആണ്. ഇത് ജസ്റ്റ് ഒരു എപ്പിസോഡല്ല, ഒരു സിനിമ പോലെ തന്നെ ഉണ്ടായിരുന്നു. അത്രയും സമയം എടുത്തിട്ടാണ് കണ്ടു തീർത്തത്. എപ്പോഴും പറയുന്ന പോലെ ഫോളോ ചെയ്താലും ഇല്ലെങ്കിൽ നമ്മൾ ഇനിയും കണ്ടുമുട്ടും.